ഈ യുഗം കലിയുഗം, ഇവിടെയെല്ലാം പൊയ്മുഖം. ആ പൊയ്മുഖങ്ങൾ നീക്കിക്കൊണ്ട് യഥാർത്ഥ മുഖങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് ഇനി ജനം. ലോകസഭാ തിരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ മത്സരത്തിനുള്ള കളികൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമുണ്ട്, അങ്ങ് തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത് എന്താണ്? ആദ്യമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ പോകുന്നത്, അതായത് വിജയിക്കുന്നതിന് മുൻപ്, തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, വോട്ടെടുപ്പും കഴിഞ്ഞിട്ടില്ല, അതിനു മുൻപ് തന്നെ വിജയശ്രീ ലാളിതനായിട്ട് ഡാൻസ് കളിക്കുന്ന സ്ഥാനാർത്ഥി. അദ്ദേഹം പറയുകയാണ്, എനിക്കാരെയും പേടിയില്ല, നിങ്ങൾ എന്റെ കാര്യം മാത്രം ചോദിക്കൂ, ഇവിടെ മത്സരിക്കാൻ വരുന്നത് ഭൂതപിശാചുക്കളല്ലല്ലോ, സ്ഥാനാർത്ഥികളല്ലേ എന്ന്. കാണാം ആ സ്ഥാനാർത്ഥിയുടെ നൃത്തവും വാക്കു ചാരുകയും. സ്ഥാനാർത്ഥി മാറ്റം ഞാൻ BJP. ചെറിയ എന്തെങ്കിലും നോ, വെരി സോറി. സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി ആരായാലും ഭയമുണ്ടോ? എനിക്ക് മുന്നിലുള്ളത് പ്രജകളാണ്, നാട്ടുകാരാണ്, വോട്ടേഴ്സാണ്. അത് മാത്രമേ ഞാൻ കാണൂ. ഏത് സ്ഥാനാർത്ഥി മാറിയാലും ഭയമില്ല. നിങ്ങളുടെ ചോദ്യം എന്താ ഇങ്ങനെ വികൃതമായി പോകുന്നത്? ആരെ ഭയക്കുന്ന? വല്ല പിശാചുമാണോ വരുന്നത്? എന്താ നിങ്ങൾ ഈ ചോദിക്കുന്നത്? എന്തിനും ഭയക്കണം? വളരെ രസകരമായ നൃത്തച്ചുവടുകളും ഡയലോഗുകളുമാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങൾ. അതായത്, മതേതര രാജ്യത്തിന് വേണ്ടി ഞാൻ ഒന്നായി പ്രവർത്തിക്കും നിങ്ങളുടെ കൂടെ. BJP കുറിച്ചോ താമരയെ കുറിച്ചോ എനിക്കറിയേണ്ട ആവശ്യമില്ല. ആര് വന്നാലും എനിക്കൊരു പേടിയുമില്ല. ഞാൻ പറയുന്നത് BJPയെ 3ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് എന്റേത് എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതായത് ഈ മത്സരാർത്ഥി നേരെ പോയത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ കാണുവാൻ വേണ്ടിയാണ്. കാരണം മറ്റൊന്നുമല്ല, പണ്ട് മുതൽക്കേ അച്ഛനുള്ള ശീലം പോലെ തന്നെയാണ് മകനും. അതായത് ഗുരുവായൂരപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ട് മാത്രമാണ് പ്രചരണത്തിൽ ഇറങ്ങുക എന്നുള്ള വിശ്വാസത്തോടുകൂടി അങ്ങനെ ഗുരുവായൂർ പോയി ഗുരുവായൂരപ്പനെ കണ്ട് അനുഗ്രഹം വാങ്ങി പ്രചരണത്തിൽ ഇറങ്ങുകയാണ്. പത്മജയെ പറ്റിയും BJP പറ്റിയും താമരയെ പറ്റിയും ഒന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ആര് വന്നാലും മതേതര രാജ്യത്തിന് വേണ്ടി ഞാൻ മത്സരിക്കും, അതിനാവണം നിങ്ങളുടെ വോട്ട് എന്നാണ് ഈ സ്ഥാനാർത്ഥിയുടെ ഡയലോഗുകൾ. കണ്ടു നോക്കാം. എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ആകെ ഒരൊറ്റ ഗ്യാരണ്ടിയേ ഉള്ളൂ. ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടി അവസാനം വരെ ഞാൻ പാർട്ടിയോടൊപ്പം ഉണ്ടാവും. നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം, അദ്ദേഹത്തിനോടൊപ്പം കേരളത്തിൽ 494 കിലോമീറ്റർ നടന്ന ഒരാളാണ് ഞാൻ. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ അത് കാണുന്നത്. അതൊക്കെയാണ് ഒരു കോൺഗ്രസ്സുകാരന് കിട്ടുന്ന അംഗീകാരം. അദ്ദേഹം ഒരു സഹോദരനെ പോലെ എന്നെ കൊണ്ടു നടന്ന രംഗം ഞാൻ ഓർക്കുകയാണ്. അത് തന്നെ പോലെ ഒരു കോൺഗ്രസ്സുകാരന് ഒരു അഭിമാനം, മറ്റെന്താ വേണ്ടത്? അപ്പോൾ ആ രാഹുൽ ഗാന്ധിയോടൊപ്പം മതേതര ഇന്ത്യക്ക് വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരേ ഒരു ഗ്യാരണ്ടി എന്ന് പറയും. ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ വരാറുണ്ട്, ഇലക്ഷൻ ടൈമിൽ മാത്രമല്ല. പിന്നെ അച്ഛൻ്റെ പോലെ എല്ലാം 1-ാം തീയതി എന്നുള്ള നിർബന്ധമില്ല, മാസത്തിലൊരിക്കൽ വന്ന് തൊഴുകാറുണ്ട്. മത്സരത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മത്സരിക്കാറ്. പക്ഷേ വർഗീയ കക്ഷികളെ ഒരു കാരണവശാലും അവരായിട്ട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. അവരെ പരാജയപ്പെടുത്തും, പകരം ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ നേമത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അവിടെ പാർട്ടി ദുർബലമായിരുന്നു, പക്ഷേ ഫൈറ്റ് ചെയ്ത് BJPയെ തോൽപ്പിച്ചു. ഇവിടെ ജയിക്കാനുള്ള ഫൈറ്റാണ്. ഇവിടെ BJPയെ 3ാം സ്ഥാനത്തേക്ക് തള്ളുക, തൃശ്ശൂർ നിലനിർത്തുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ഈ പത്മജ എന്ന് പറയേണ്ട കാര്യമുണ്ട്. ഇവിടെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറയാറുണ്ട്. നിങ്ങൾ ഈ മറ്റേ താമരയുടെ വർത്താനേ പറയണ്ട. ഇനിയാണ് വരാൻ പോകുന്നത് 3ാമതിൽ പ്രധാനി. തൃശ്ശൂർ മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിൽ തന്നെ ജനിച്ചു വളർന്ന വ്യക്തിത്വം, അവിടെ നിന്നും മത്സരിച്ച് കൃഷിമന്ത്രിയായിട്ടുള്ള അനുഭവ പാഠമുള്ള ഒരു വ്യക്തി, അദ്ദേഹമാണ് മത്സരിക്കുന്നത് നമ്മുടെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ആരെയും പേടിയില്ല, ആര് വന്നാലും എനിക്കൊരു പേടിയുമില്ല, ഭയമില്ല, വന്നോട്ടെ, എന്റെ പ്രജകളെ എനിക്കറിയാം. ജനങ്ങളോട് സൗമ്യമായിട്ട് പെരുമാറുന്ന വ്യക്തിത്വം, ജനങ്ങളുടെ തൃശ്ശൂരിന്റെ പൾസറിന്റെ വ്യക്തിത്വം, ആ വ്യക്തിത്വമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് പോകാം. ആര് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. അത്യന്തം ആവേശകരമായിട്ടുള്ള പ്രവർത്തനമാണ് എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്.
അല്ല, ഞങ്ങൾ പല നാടകങ്ങളും ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നാടകമല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം വളരെ ഗൗരവമായ രാഷ്ട്രീയം ചർച്ച. കോൺഗ്രസ്സിലെ നേതാക്കന്മാർ പലരും BJPയിലേക്ക് പോകാന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സ് മാറുന്ന പോലുള്ളൊരു കാര്യമാണ്. എല്ലാ ദിവസവും മാറി മാറി ഡ്രസ്സ് മാറുന്ന പോലുള്ളൊരു സംഭവവികാസമായിട്ട് യാതൊരു സംശയമില്ലാത്ത കാര്യം LDF UDF തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ക്ലാരിറ്റിയുടെ കുറവൊന്നും ഇടയ്ക്ക് കോൺഗ്രസ് നേതാക്കന്മാർക്കാണ് ക്ലാരിറ്റി. ഒരു മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികൾ, വ്യത്യസ്തമായ ശൈലിയിലുള്ള സംഭാഷണ രീതികൾ, എല്ലാം പോട്ടെ. എന്ത് തന്നെയായാലും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന്, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വിജയിക്കുന്നത് ആരാണ്, എന്താണ് അവരുടെ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒന്നും അറിയില്ല. കണ്ടു തന്നെ അറിയാം. തൃശൂർ മണ്ഡലത്തിലെ കാര്യങ്ങളാണ് പ്രജകളുമായിട്ട് ഇപ്പോൾ ഞാൻ പങ്കുവച്ചത്. ഇനി അടുത്ത മണ്ഡലത്തിലെ കാര്യങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം. ഞാൻ പോവുകയാണ്. This program sponsored by Dark Brown Paint Supermarket.